മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഔസപിതാവിൻ്റെ മരണ തിരുനാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു സത്യമാണ്. നമ്മൾ സകല വിശുദ്ധരോട് ഓരോ പ്രത്യേകതയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഔസപിതാവിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്, ഈ വിശുദ്ധന് മാത്രമേ നമ്മുടെ ഏത് കാര്യവും സാധിച്ചു തരാനുള്ള ഒരു കൃപ ലഭിച്ചിരിക്കുന്ന ഔസപിതാവാണ്. മറ്റേ ഒരു വിശുദ്ധ അന്തോണീസാണ് നഷ്ടപ്പെട്ട വസ്തു കിട്ടുന്ന, യൂദാസിന് അസാധ കാര്യങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ, ഇങ്ങനെ പല ഗുണങ്ങൾ പല വിശുദ്ധർക്കുണ്ടെങ്കിലും വിശുദ്ധ ഔസപിതാവിന് മാത്രമേ സകല കാര്യങ്ങളും നിറവേറ്റുവാനുള്ള ഒരു സ്വർഗീയ മധ്യസ്ഥം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഔസപിതാവിനെ കുറിച്ച് പറയുക. നമുക്കറിയാം, നീതിമാനായ ജോസഫ് നമുക്ക് പഴയ നിയമത്തിൽ അറിയാം. അവൻ വളരെ കുറച്ച് പേർക്ക് മാത്രം കൊടുക്കുന്നൊരു പദമാണ് നീതിമാനായ ഒരു തലം. അത് ഈ ഔസപിതാവിനും ദൈവം കൊടുത്തിട്ടുണ്ട്. നീതിയോടെ ജീവിച്ച ഒരു വലിയൊരു വിശുദ്ധനാണ് ഔസപിതാവിൻ്റെ. വലിയൊരു ഗുണം അത് കാണാൻ സാധിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ ഉദ്ധാനം ചെയ്ത് ഈശോയും മറ്റ് 2 ശിഷ്യന്മാർ പോകുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും അറിയാത്ത ഒരു വിജാതീയനാണോ എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈശോയുടെ തന്നെ പറയുന്നുണ്ട്, വാക്കും പ്രവൃത്തിയും അവൻ ശക്തനായ ഒരു പ്രവാചകനാണെന്ന് എന്ന് പറയുമ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് തൻ്റെ പിതാവായ ഔസപിതാവിൽ നിന്നാണ് തൻ്റെ ഈശോയ്ക്ക് കിട്ടിയത്. കാരണം ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു. അവൻ ജീവിച്ചപ്പോഴും മരിച്ചപ്പോഴും ഉദ്ധാനം ചെയ്തപ്പോഴെല്ലാം തൻ്റെ കാരണന്മാരിൽ നിന്ന് കിട്ടിയ അതേ ബോധ്യവും ചൈതന്യമാണ്. അപ്പോൾ കാരണന്മാരുടെ പ്രാർത്ഥനയാണ് മക്കളുടെ ഭവനത്തെ ബലവത്താക്കുന്നത് പോലെ ഔസപിതാവിൽ നിന്ന് കിട്ടിയ വലിയ ഗുണങ്ങളാണ് ഈ ഈശോയ്ക്ക് കിട്ടിയിരിക്കുന്നുള്ള ഒരു ദൗത്യം കൂടി ഔസപിതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഔസപിതാവ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മാധ്യസ്ഥം വഴി എല്ലാ കാര്യം സാധിച്ചു തരുമെന്ന വലിയൊരു ബോധ്യം ഈ ഔസപിതാവിൻ്റെ തിരുനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഔസപിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു.